ഇങ്ങനെ നോക്കി. വിനീത് കുറെ ഫ്ലാറ്റുകൾ പോയി നോക്കിയതാ. പക്ഷെ നമുക്ക് എല്ലാം ഒത്തുചേർന്ന് വരുന്ന ഒരു സംഭവം ഇങ്ങനെ ഇല്ലാണ്ടായപ്പോഴും ഞാൻ വിനീത് വിനീത് ഞാനൊരു സ്ഥലം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. നിങ്ങൾ പോയി കണ്ടു നോക്കൂ. കാരണം നിങ്ങൾ പറയുന്ന എല്ലാ സാധനങ്ങളും ഒത്തു വരുന്നൊരു സ്ഥലം എനിക്ക് തോന്നുന്നത് ആ സ്കൈലൈറ്റ് ആ ഫ്ലാറ്റ് ആയിരിക്കും. ഷെയ്ഡ് മൂസിൽ നമ്മൾ ചെയ്തതാണ്. അത് നിങ്ങൾ വേറെ രീതിയിൽ എങ്ങനെ കാണിക്കുന്നു അതാണ് നോക്കുന്നത്. അതിന്റെ വിനീത് വച്ചിരിക്കുന്ന അതിന്റെ വേറെ ആംഗിളുകളൊക്കെയാണ്. സെയിം ഫ്ലാറ്റ് ആണെങ്കിലും അത് നമ്മൾ വേറെ ഫ്ലാറ്റിലെടുത്ത ഫീലുള്ള സംഭവം തന്നെയാണ് നമുക്ക് വരിക. അത് മനഃപൂർവ്വം സംസാരിച്ച് കുറെ കാലമായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറലി ഉണ്ടാകുന്ന ഒരു സംഭവം. അത് പിന്നെ പെട്ടെന്ന് ഞാൻ അതിൽ നിന്ന് തന്നെ വേറെ വഴിക്ക് പോയത്. ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ന് അങ്ങനെ തുടങ്ങുന്നല്ലോ എന്നെ. ശരിക്കും പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി. അല്ല, ഞാൻ നിങ്ങൾ കാണുന്നതല്ലേ എന്റെ ഓരോ സിനിമ വരുന്നതിന് മുമ്പ് ഓരോ ഐറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് നിങ്ങൾ ഇന്ന് ഇന്നലെ എല്ലാം കാണുന്നത്. ഇതിപ്പോ കുറെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ്. അതൊന്നും മേക്കാതായപ്പോ വേറെ രീതിയിലൊക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ ഫേസ് ചെയ്യാം. നമ്മള് സിനിമയാണ് എന്റെ ലോകം. സിനിമയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോ കുറെ ഒരു ഫൈറ്റിൽ നിൽക്കണം. അപ്പൊ അത് അതിന്റെ വഴിക്ക് പോവാ അല്ലേ? ഞാൻ ആരാണെന്നോ? ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ. കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല. അതാണ് അങ്ങനെ എന്റെ വിഷയം എന്ന് പറഞ്ഞത്. ഒരു ആരോപണവും എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്നവന്മാര് മുഴുവൻ അവിടെ ഇവിടെ നിന്ന് അടിക്കുക, വായി തോന്നുന്ന പറയാന്ന് പറയുമ്പോഴും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. തിരിച്ച് എനിക്ക് പറയാൻ പാടില്ല. കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതെ 100%. ഈ ഒരു പവി എന്നൊക്കെ നമുക്കറിയാം, നമ്മുടെ മാധവനും ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഒരുപാടുള്ളതാണ്. ഈ പവിയും അതുപോലെ നമ്മുടെ ഉള്ളിൽ കയറും. അത് കയറുന്നതാണ് എന്റെ വിശ്വാസം. കാരണം പവിയെ നിങ്ങൾക്ക് നേരിട്ട് അറിയാം. നിങ്ങളുടെ മുമ്പിലുള്ള ഒരാൾ തന്നെയായിരിക്കും പവി. ഈ കെയർ ടേക്കർ എന്ന് പറഞ്ഞത് ഏതൊരു ഫ്ലാറ്റിൽ നമ്മൾ മിക്ക ആൾക്കാരും ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണ്, താമസിച്ചിട്ടുള്ളവരാണ്. ഫ്ലാറ്റിനെ കുറിച്ച് ആ കൾച്ചറിനെ കുറിച്ച് നന്നായി അറിയുന്നവരാണ്. അവിടെ എല്ലാം ഒരു കെയർ ടേക്കർ ഉണ്ടാവും. ഈ പവിത്രൻ എന്ന് പറയുന്ന കെയർ ടേക്കറുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഓടുന്നത് ഇയാളുടെ തലയിൽ കൂടിയാണുള്ളത്. എല്ലാവരുടെയും ഗാർഡിയനാണ് പുള്ളി എന്നുള്ളതാണ്. എല്ലാവരുടെ കാര്യത്തിൽ പോയി ഇടപെടുക എന്നുള്ളതാണ്. അതിൽ നിന്നുണ്ടാകുന്ന തമാശകളും കാര്യങ്ങളും കൂടി സരസത കൂടി